നമസ്കാരം. കോഴിക്കോട്ട് ധാരാളം മാവുള്ള ഒരു നാട്ടിൻപുറത്ത് വെച്ചുള്ള നാടൻ പാചകമാണ് ഇത്തവണ. പച്ചമാങ്ങ ഉപയോഗിച്ചുള്ള ഒരു മീൻകറി. സാധാരണ മാങ്ങയിട്ട് മീൻകറി വെക്കുമ്പോൾ തേങ്ങ അരക്കാറുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല. ആന്ധ്ര മീൻകറി എന്ന ഈ പുതിയ വിഭവം ഒന്ന് കണ്ടു നോക്കൂ. ഫുഡ് ആൻഡ് മൂവിക്കായി ഈ വിഭവം തയ്യാറാക്കുന്നത് ശ്രീ നന്ദകുമാറാണ്, ഒപ്പം ശ്രീ ജതീന്ദ്രൻ. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്തായ ജതീന്ദ്രനാണ്. ഞങ്ങൾ രണ്ടുപേരും വളരെ സ്വാദിഷ്ടമായ ആന്ധ്ര മുളകിട്ട മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് നല്ല നാടൻ മാങ്ങയാണ്. ഈ മാങ്ങ ഇട്ട ഫിഷ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഞങ്ങൾ മാങ്ങക്കറി വെക്കുമ്പോൾ തേങ്ങ അരക്കാറുണ്ട്. ഈ മീൻകറി നാടൻ മീൻകറിയാണ്. ഇത് ഞങ്ങൾ കുരുവട്ടൂർ പറഞ്ഞ ഭാഗത്ത് നല്ല നാടൻ മാങ്ങ കിട്ടുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ പറിച്ചില്ലേ, നല്ല നാടൻ മാങ്ങ. ആ മാങ്ങ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ തക്കാളിയോ അതുപോലെ കുടംപുളിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വളരെ സ്വാദോടുകൂടി ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഉണ്ടാക്കും. അവർ കഴിച്ച അവരുടെ അഭിപ്രായം വളരെ നൈസായിട്ട് മീൻകറിയുടെ എല്ലാ സാധനങ്ങളുമായി ഇനി നമുക്ക് കപ്പ വേവിക്കാം. കപ്പ വേവിക്കാൻ വേണ്ടി സ്റ്റൗ റെഡി. അപ്പോൾ കപ്പ റെഡി. മീൻകറി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ തിളച്ച് വരുമ്പോൾ ഉള്ളി ഇടുന്നു. ഉള്ളി ഇടാൻ പോവുകയാണ്. കൂടെ പച്ചമുളക് ഇടുക. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടുക. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് നല്ലപോലെ ഇളക്കുക. ആദ്യം മല്ലിപ്പൊടി കുറേശ്ശെ ആക്കിയിട്ട് കുറേശ്ശെ നമ്മളിതിടുക. കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾ ടേസ്റ്റ് വരാൻ, കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കുക. മുളകിൻ്റെയും
മല്ലിയുടെയും എല്ലാം പച്ച മണം മാറുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ നമുക്കിതിലേക്ക് ഇടാം. മാങ്ങ നല്ലവണ്ണം വേകുന്നത് വരെ ഇതടച്ച് വയ്ക്കുക. വെന്ത് വരുന്നതേ ഉള്ളൂ. ഒന്നും കൂടി വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മീൻ നമുക്കിതിലേക്ക് ഇടാം. ഇപ്പോൾ നല്ല പോലെ വെന്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്സ്യം നമുക്ക് പീസുകളായിട്ട് ഇനി നല്ല പോലെ വേവട്ടെ. നല്ല പോലെ വേവുക. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വാഴയില മുറിച്ച് നമുക്കത് കപ്പയെ കൂട്ടി കഴിക്കാം. ഓക്കെ. നമുക്ക് കപ്പ വളർന്നു തരാം. നല്ലപോലെ വെന്ത ഉടഞ്ഞ കപ്പയാണ്. കപ്പയുടെ കൂടെയാണ് ഈ മീൻ കറിക്ക് രസം. അടിപൊളി. ആ മാങ്ങയുടെയും ആ ഫിഷും അസലായിട്ടുണ്ട്. കഴിച്ചു നോക്കും. ആ അടിപൊളി. എന്താ ടേസ്റ്റ് എന്നോ. നിങ്ങളിത് ഇവിടുന്ന് പഠിച്ച് ഇതുണ്ടാക്കാൻ വേണ്ടി? പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്. ആ നാടൻ മീൻകറി പഠിച്ചതാണ്. അമ്മയിൽ നിന്ന് പഠിച്ചതാണ്. ഇഷ്ടമായ ഈ ആന്ധ്ര മീൻകറി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഫുഡ് ആൻഡ് മൂവി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഞങ്ങളുടെ വ്യത്യസ്തമായ പല വെറൈറ്റി മീൻകറികളും നിങ്ങൾ പരിചയപ്പെടാം. ഫുഡ് ആൻഡ് മൂവിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും വെറൈറ്റി വീഡിയോയുമായി പുതിയ വിഭവങ്ങളുമായി ഉടനെ എത്തുന്നതാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. താങ്ക് യു. ഉപ്പിനല്ലേ നോക്ക്. എടുത്തില്ല. ഉപ്പ് മറന്നു പോയി. ഉപ്പാന്ന് വിചാരിച്ചെടുത്താ.